രാമേന്ദ്രൻ, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യം, എന്നാൽ അതീവ ഗുരുതരമായതും, കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാർ ജി അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ റാലിയിൽ ഒരു കാതലിക്ക ബാവ പ്രത്യക്ഷപ്പെട്ടു. അത് ബാവയായിരുന്നില്ലെന്നും അതൊരു വ്യാജ വേഷമായിരുന്നുവെന്നും ഇപ്പോൾ അറിയുന്നു. എന്താണ് അതിൻ്റെ നിജസ്ഥിതി? അതെ, അങ്ങനെ ഒരാൾ ഈ കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവകാശപ്പെട്ടിരുന്ന അദ്ദേഹം ഡോക്ടർ യാക്കോബ് മാർ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞ ഭാരത ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹം ശരിക്കും ആരാന്ന് വെച്ചാൽ ഈ കടപ്പാക്കടയിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ജെയിംസ് ജോർജ് എന്ന് പറഞ്ഞ ആളാണ് ഇത്. അദ്ദേഹം സ്വയം പ്രഖ്യാപിത ഭാവ ആണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരെണ്ണം. അത് അങ്ങനെയൊന്നും ഉണ്ട്? അങ്ങനെ ഇല്ല, കുഞ്ഞാടുകളൊന്നുമില്ല. ഇയാളും ഭാര്യ സീമയും മാത്രമേ ഉള്ളൂ അതില്. അല്ല, യോഹന്നാന്റെ ബിഷപ്പ് ആരോപണം അതുപോലെയൊന്നുമില്ല. ഇത് ചെറുകിട ഇത് ജെയിംസ് ജോർജും ഭാര്യ സീമ ജെയിംസ്, അവർ രണ്ടുപേരും മാത്രമുള്ളൊരു സഭയാണ്. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ബിരുദ സർട്ടിഫിക്കറ്റ് ആ നങ്ങിയാർകുളങ്ങരയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരു സ്ഥാപനം കടപ്പാക്കടയിൽ മോഡേൺ ഗ്രൂപ്പ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ 450ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും. ഗുരുവായൂരിലൊരാളൊരു കേസ് കൊടുത്തിട്ടാണ് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്, ഈ ജെയിംസിനെയും ഭാര്യ സീമയും. അപ്പോൾ ഈ അന്ന് കടപ്പാക്കടയിൽ മോഡേൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കടയും ഒക്കെ നടത്തുന്നുണ്ട്, ഈ ഫോട്ടോസ്റ്റാറ്റ് കടയൊക്കെ പോലത്തെ. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കൂടെ റോഡ് ഷോയിൽ വലതുവശത്ത് ഈ ഭാവയുടെ വേഷങ്ങളൊക്കെ അണിഞ്ഞിട്ട് താടി കണ്ട ഒരു ഭാവ ലുക്ക് ഉണ്ട്. ആ ചിത്രങ്ങളൊക്കെ നമുക്ക് അറിയാം. അല്ലെ, കടപ്പാക്കടയിൽ നാടകക്കാരുടെ കയ്യിൽ നിന്ന് ഈ വേഷങ്ങളൊക്കെ വാടകയ്ക്ക് കിട്ടും. അതും കിട്ടുമായിരിക്കും. കാരണം എറണാകുളത്തും ഉണ്ട് ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നൃത്തമൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഈ വാടകയ്ക്ക് കിട്ടുന്ന 2-3 കടകളുണ്ട്. മാല, വള, വേഷങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ഇവർ ഇതിങ്ങനെ വിറ്റിട്ട് ഈ വ്യാജ സാധനമൊക്കെ കണ്ടുപിടിച്ചിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നുണ്ട്, രണ്ടുപേരെ. എന്നിട്ട് 1.6 കോടി രൂപ വില വരുന്ന 8 സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഇവരുടേത് ED കണ്ടുകെട്ടി. EDയും ഇടപെട്ടതാണ് ഇവർക്കെതിരെ, കേന്ദ്ര ഏജൻസി. എന്നിട്ടാണ് BJPയിലെ ചില ആളുകൾ ഈ വ്യാജനെ എടുത്ത് കൃഷ്ണകുമാറിന് കൊടുത്തത് റോഡ് ഷോയിലേക്ക്. ചില BJPക്കാർ തന്നെ ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ED കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇയാൾ ഇതൊരു മറയാക്കി BJPക്കൊപ്പം ചേരാൻ തൽക്കാലത്തേക്ക് ഒരു ഭാവയെ കിട്ടിയാൽ അവർക്കും സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ച് കൂടിയതാണെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത്. കൊട്ടാരക്കരയിൽ 2.80 ഏക്കർ, വയനാട്, കണ്ണൂർ 7 സെൻറ്റ് വീതം സ്വത്ത്, കുണ്ടറയിൽ 1.5 ഏക്കർ, പാരിപ്പള്ളി പുല്ലിക്കുഴി 2.5 ഏക്കറിൽ പൗൾട്രി ഫാം ഉണ്ട്, കോഴി ഫാം. കടപ്പാക്കടയിൽ ഓഫീസും വീടും കൂടി ഒന്നിച്ച് ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇയാളെപ്പോട് പിന്നീട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷണിച്ചിട്ടാണ് ഇയാൾ പോയത് എന്ന് പറയുന്നുണ്ട്. BJPക്കാർ ക്ഷണിച്ചിട്ടാണ് പോയത്. ഇതിന് ജന്മഭൂമിയിൽ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ആ ദിവസം. ഇങ്ങനെ ഭാവ കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോയിൽ കരുതി തന്നെ കൊടുത്തതാണ്. വലിയ പടമൊക്കെ ആയിട്ട് അവർ വാർത്തയും പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ BJP RSS നടത്തുന്നതാണ് ജന്മഭൂമി. അതിലിത് വലിയ വാർത്തയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് BJPക്കാർ തന്നെ പറഞ്ഞിട്ടായിരിക്കണമല്ലോ. ഇങ്ങനെ ഒരാൾ ഇതിൽ പങ്കെടുത്തിരുന്നു, വലിയ കാര്യമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവിടെ നിന്ന് അത് പ്രസിദ്ധീകരിച്ചത്.
എന്നിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ബസേലിയസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ കാതോലിക്ക ബാവ എന്നാണ് ഇയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 2015 അറസ്റ്റ് എന്ന് പറഞ്ഞാൽ 9 കൊല്ലം മുമ്പ് തന്നെ ഇയാൾ വ്യാജനാണെന്ന് അറിയപ്പെട്ടതാണ്. നിയമത്തിൻ്റെ കണ്ണിൽപ്പെട്ട ഒരാളാണ്. ഇടിയും സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ദുരൂഹതയുള്ളതായിട്ട് സുജാതന് തോന്നുന്നില്ല? തീർച്ചയായിട്ടും പറ്റിക്കപ്പെട്ടുവല്ലോ. ഒന്നുകിൽ BJP-ക്കാർ പറ്റിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ BJP-യിൽ ഒരു വിഭാഗം അറിഞ്ഞും കൊണ്ട് ചെയ്ത ഒരു അട്ടിമറിയാണ്. ഇത് അതീവ ഗുരുതരമായൊരു കേസല്ലേ. എന്നിട്ട് എന്താ നടപടിയില്ലാത്തത്? അതെ അത് ഗവൺമെൻറ് ഇത് ഒരു വാർത്ത പോലും ആയില്ലല്ലോ. ഇത് ജന്മഭൂമി ഇത് ഒരു യഥാർത്ഥ ബാവയാണെന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. അതെ. അപ്പോൾ കേരളത്തിലെ കാതലിക് സമൂഹം അത് നിശബ്ദം നോക്കി നിന്നു. ഇത് ഓർത്തഡോക്സ് കാതോലിക്ക ബാവ എന്നൊക്കെ പറയുന്നത് ഈ ഓർത്തഡോക്സിൽ സഭയിലുള്ളതാണ്. ഇയാളും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നാണ്, ഭാരതീയ ഓർത്തഡോക്സ് സഭ. അപ്പോൾ ഭാരതീയ എന്ന് ചേർത്താൽ BJP-യുടെ കൂടെ ചേരാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡിനോമിനേഷൻ ഉണ്ടോ കാത്തലിക്സ് വിഭാഗത്തിനിടെ? അല്ല, കത്തോലിക്കരുടെ വിഭാഗത്തിലല്ല. ഈ ഭാവ മെത്രാൻ കക്ഷി ഉണ്ടല്ലോ, ഓർത്തഡോക്സ് യാക്കോബായ, അവർക്കാണ് ഈ ഭാവമാരുള്ളത്. വലിയ ദേവലോകം ബാവ. ദേവലോകം ബാവ, ദേവലോകം ബാവയായിട്ടാണ് ഇയാൾ ഭാവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർ ബസേലിയസ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ദേവലോകം ബാവയ്ക്കൊക്കെ ഉള്ളതാണ്. നേരത്തെ പരമാധ്യക്ഷൻ ഡോക്ടർ ബസേലിയസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ കാതോലിക്ക ബാവ എന്നാണ് വിശേഷിപ്പിച്ച. അതെ, മറ്റേ യാക്കോബായ ബാവയ്ക്ക് മാത്യൂസ് പ്രഥമൻ എന്നാണ് പറയുക. അല്ല, കേരളത്തിൽ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ തുടക്കത്തിൽ തന്നെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ഭാവി എന്തായിരിക്കും? അതുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണകുമാർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിറങ്ങുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഇപ്പം അവിടെ മത്സരിക്കുന്നത് പ്രേമേന്ദ്രനൊക്കെ ആയതുകൊണ്ട് സാരമില്ല, പ്രേമേന്ദ്രൻ ജയിക്കുന്നുള്ളത് പ്രേമേന്ദ്രൻ അറിയാം. അല്ലാതെ ഭയമുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് വല്ലാതെ BJP അഫക്റ്റ് ചെയ്യില്ലായിരുന്നു. തീർച്ചയായിട്ടും അത് കേരളം മുഴുവൻ അഫക്റ്റ് ചെയ്യുമായിരുന്നു. സത്യത്തിൽ ഈ തീരെ അവധാനതയില്ലാതെയും വീണ്ടും വിചാരമില്ലാതെയും ഇതുപോലെ ചില വ്യാജവേഷങ്ങളെയൊക്കെ ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് BJP-യിൽ മൈനോറിറ്റീസ് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് ഒരാളെ കിട്ടിയ വലിയ കാര്യമാണെന്ന് കാണുമ്പോൾ തന്നെ ധരിച്ചു വശാവുക. അതെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതിരിക്കുക. ഇയാളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നും ഇത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഇയാളെന്നൊന്നും മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP-ക്ക് അത് നാണക്കേടല്ലേ? വലിയ നാണക്കേടാണ്, ഒട്ടും ഭൂഷണവുമല്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇങ്ങനെ കുറച്ച് BJP-ക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് ഈ റോഡ് ഷോയിലേക്ക് കടത്തി വിട്ടതാണെങ്കിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് വേണ്ടത്ര ജനശ്രദ്ധയിലെത്തിയിട്ടില്ല. ഇത് യഥാർത്ഥ കേരളത്തിൽ മൊത്തത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് തട്ടിപ്പാണെന്ന് പറയാത്തത് കൊണ്ടാണ്. അതെ സത്യത്തിൽ ഇത് പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനൊരു സംഭവം. അത് BJP നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികളായവരുടെ പേരിൽ ഈ കർശനമായ നടപടിയും എടുക്കുകയും മുളയിലെ ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കുകയും. അങ്ങനെ നടപടി ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ടാകും. ഇത് പിന്നെ തട്ടിപ്പുണ്ടാകും, വഴിവിട്ട പ്രവർത്തനങ്ങളുണ്ടാകും, ജയിക്കാൻ കുറുക്കുമാർഗങ്ങൾ തേടിയെന്നുണ്ടാകും. വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ കൊല്ലത്തല്ലാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഈ ദൃശ്യ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ട്? അല്ല, അങ്ങനെ സാധാരണഗതിയിൽ ഈ വ്യാജ കാതോലിക്ക ബാവയൊന്നും ഇറങ്ങാറില്ല, വ്യാജ കർദിനാളും ഒന്നും ഇറങ്ങാറില്ല. കാരണം അതൊക്കെ ആളുകൾക്ക് മാത്രമല്ല, അവർ വളരെ വിശ്വാസികൾ ജാഗ്രതയോടുകൂടി നിൽക്കുന്നതാണല്ലോ. വേണമെങ്കിൽ ഇപ്പോൾ കുർബാന തർക്കമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെയൊക്കെ ഇനി സാധ്യതയുണ്ടെങ്കിലും സാധാരണഗതിയിൽ കൂടുതലും വ്യാജ സ്വാമിമാരെയാണല്ലോ നമ്മൾ കാണുന്നത്. അവതാരങ്ങൾ. അതൊരു കാഷായത്തിൻ്റെ ചിലവല്ലേ അതിനുള്ളൂ.
അങ്ങനെ വേറെ ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങനെയുള്ളൊരു ഇവിടെ പക്ഷെ സ്വാമിമാരും തെരഞ്ഞെടുപ്പിനൊന്നും നിൽക്കാറില്ല. കർണാടകത്തിലാണെങ്കിൽ ഒരു ലിംഗായത്ത് സ്വാമി, ലിംഗായത്ത് മഠാധിപതി മറ്റേ ധാർവാഡിൽ പ്രഹ്ലാദ് ജോഷിക്കെതിരെ പത്രിക കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം ലിംഗായത്തിന് BJP-യിൽ വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല, അതുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അത് കോൺഗ്രസ്സുകാർ പ്രേരിപ്പിച്ചിട്ട് DK ശിവകുമാർ ഇത്തരം പല പരിപാടികളിലും എടുക്കണമാണല്ലോ, നിർത്തിയതായിരിക്കണം. പക്ഷേ എന്തോ കാരണവശാൽ ഇവരും പോയി ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്തോ പിൻവലിച്ചു. മൊത്തത്തിൽ ഇത്തവണ ഒരു സ്വാമിയുടെ കഥയായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ലിംഗായത്ത് സ്വാമിയുടേത് മാത്രമേ കണ്ടുള്ളൂ. ക്രൈസ്തവ ആളുകളൊന്നും അങ്ങനെ രംഗത്ത് വന്നില്ല. BJP-യുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് വേണ്ടത്ര കടന്ന് കയറിയിട്ടില്ല. കോഴിക്കോട്ടും തിരുവനന്തപുരത്തൊക്കെ ചില ഹിന്ദു സന്യാസിമാർ രാഷ്ട്രീയം പറയുന്നത് ഞാൻ കേട്ടു. അതുണ്ട്. ചിദാനന്ദപുരി സ്വാമിയൊക്കെ രാഷ്ട്രീയം പറയുന്നു. ചിദാനന്ദപുരി സ്വാമി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ട വാക്കുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് യോഗ്യരായ ആളുകളെ ആയിരിക്കും. അത് ദേശത്തിൻ്റെ താല്പര്യവും നമ്മുടെ ജനതയുടെ ഭാവിയും കണക്കുകൂട്ടി ഏറ്റവും നല്ല ആളുകളെ ആരാണ് എന്ന് വെച്ചാൽ അവരെ തിരഞ്ഞെടുത്ത് വിടണം. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യണമെന്ന് നാം പറയുന്നില്ല എന്നും കൂടി എന്നും എടുത്തു പറഞ്ഞു. അത് പല മറ്റേ മെത്രാന്മാരും ഒക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ BJP കുറേയും കൂടി ഈ വക കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കേണ്ടതാണ്. ഒരാൾ സ്വാമി എന്നും പറഞ്ഞാലും കൊണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ BJP-ക്ക് നേരത്തെ ഒരു തിരുവനന്തപുരത്തൊരു കുഴപ്പം പറ്റിയതാണ്. ഒരു ജനനേന്ദ്രിയ ഛേദനം. ഒരു സ്വാമി, ഒരു പെൺകുട്ടി, ഒരു സ്വാമിയുടെ ജനനേന്ദ്രിയം. അത് കഴിഞ്ഞ് പിന്നെ പെൺകുട്ടിയെ ഒടുവിൽ മാപ്പ് പറയുന്നതും ഒക്കെ ആയിട്ടൊക്കെ വന്നു. അതിന് BJP-ക്ക് എന്ത് വേണം? അതെ അതെ അതെ. അവർ പക്ഷെ ഇത്തരം സ്വാമിമാരെ കിട്ടിയ കൊണ്ടു കിടക്കുകയാണല്ലോ കുറക്കാലം സ്വാമിയെ. ഇതിൽ ആധ്യാത്മിക വേഷം കെട്ടുന്ന വ്യാജന്മാരെ തിരിച്ചറിയാൻ എല്ലാ പാർട്ടികളും അല്പം ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു ഉദാഹരണമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ വ്യാജഭാവയാണ് ഇത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ശ്രദ്ധിക്കട്ടെ. ബട്ടണും അമർത്തുക.